നമ്മുടെ ട്രിവാൻഡ്രത്ത് ഡേ വൈബും നൈറ്റ് വൈബും ഒരേ കാഫേയിൽ ഇങ്ങനെ ഒരു കാഫേ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാണ് നമ്മുടെ ട്രിവാൻഡ്രത്തിന്റെ ഫസ്റ്റ് ഡ്വെൽ ടൂൺ കാഫേ. ഇതിന്റെ മേളത്തെ ഫ്ലോർ എന്ന് പറയുന്നത് ഫുൾ പീസ്ഫുൾ ആൻഡ് ബ്രൈറ്റ് ആയിട്ടാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഫോട്ടോസ് ഒക്കെ എടുക്കുക ഒരു കിഡ്ല സ്പോട്ട് തന്നെയാണ് കേട്ടോ. അതിൽ തന്നെ എന്റെ താഴത്തെ ഫ്ലോർ എന്ന് പറഞ്ഞാൽ ഫുൾ ഡാർക്ക് തീം, ഗെയിമിംഗ് സോൺ ഒക്കെ സെറ്റ് ചെയ്തൊരു പെർഫെക്റ്റ് കോവർക്കിംഗ് സ്പേസ് തന്നെയാണ് കേട്ടോ. വൈബൊക്കെ വേറെ ലെവലാണ്. അതുപോലെ തന്നെ ഇവരാണ് ഇവരുടെ മെനുക്ക് പുതിയ കുറച്ച് ഐറ്റംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കോഫി മുഹിറ്റോ വേറെ എവിടെയെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. പിന്നെ ഈ കളർഫുൾ ആയിട്ടുള്ള സൺസെറ്റ് ഡ്രിങ്കും നല്ല തിക്ക് ആൻഡ് യമ്മി ആയിട്ടുള്ള ബനാന കാരമൽ ഫ്രാപ്പയും അടിപൊളിയാണ്. പക്ഷേ ഇവിടുത്തെ ശരിക്കുള്ള സ്റ്റാർ ഏതാണെന്നറിയോ? എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള സേവർ സ്ട്രീറ്റ് മീറ്റ് പൈ ആണ് കേട്ടോ. ഭയങ്കര ചീസിയാണ്. അതിൻ്റെ കൂടെ മാഷ് പൊട്ടോ ഫില്ലിങ്ങും ബീഫ് കൂടെ വരുമ്പോൾ സംഭവം ഒരു മസ്റ്റ് ട്രൈ ആണ്. പിന്നെ ഇവിടെ ട്രൈ ചെയ്തെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ് ഇവരുടെ ക്രിസ്പി ബേക്കൺ ഒക്കെ ആഡ് ചെയ്ത് വരുന്നത് സ്പാഗറ്റി കാർബണോറ. അതുപോലെ ഇവിടെ നല്ല ഫിഷ് ആൻഡ് ചിപ്സും കിട്ടും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് നല്ല ക്രീമി ആൻഡ് തിക്ക് ആയിട്ടുള്ള സൂപ്സ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇവരുടെ ക്രീം ഓഫ് ചിക്കൻ സൂപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ എന്നെ പോലെ സ്വീറ്റ് ക്രീമിങ്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നല്ല കിള്ളൻ ചൂറോസ് ഇവിടെ കിട്ടും കേട്ടോ. പുറത്തൊക്കെ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും ആണ്. അത് പറഞ്ഞ എടുത്ത് ആ ചോക്ലേറ്റ് സോസിനകത്ത് ഇങ്ങനെ മുക്കി കഴിക്കണം. സംഭവം നൈസ് ആണ്. അതുപോലെ ഇവരുടെ ഫ്രൂട്ട് കസ്റ്റർഡ് വിത്ത് ഐസ്ക്രീമും സൂപ്പർ ആയിരുന്നു കേട്ടോ. അപ്പൊ രണ്ട് ഡിഫറെന്റ് ആംബിയൻസസ്, വർത്തിയുള്ള സ്പേസ്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം വർത്തി ആയിട്ടുള്ള കുറെ ഫോട്ടോസ്, അതുപോലെ തന്നെ നല്ല കിഡിലെ ഫുഡ്. വേറെ എന്ത് വേണം അല്ലേ? ലൊക്കേഷൻ മറക്കേണ്ടത് നമ്മുടെ കുമാരപുരത്തുള്ള സേവർ സ്ട്രീറ്റ് കാഫേ. കറക്റ്റ് ലൊക്കേഷൻ ഗൂഗിൾ മാപ്സിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഒരു ഫുൾ എക്സ്പീരിയൻസ് കണ്ടാലോ? ബാ. ഇതാണെങ്കിൽ ക്രീം ഓഫ് ചിക്കൻ സൂപ്പാണ്. നമ്മൾ 1/2 ആയിട്ടാണ് എടുത്തേക്കുന്നത്. ഇതൊരു പോർഷൻ, ഇതൊരു പോർഷൻ. ഇതാണ് ഫുൾ സൂപ്പ് വരുന്നത്. നമ്മൾ 1/2 ആക്കിയിട്ടുണ്ട്. ക്രീം ഓഫ് ചിക്കനെ കുറിച്ച് നോക്കാം. കലക്കട്ടെ? ഒരുപാട് ചിക്കൻ്റെ പീസൊക്കെ ഉണ്ട്. കുറിച്ച് നോക്കാം. നല്ല കേട്ടോ. നല്ല സാധാരണ ക്രീം ഓഫ് ചിക്കൻ സൂപ്പിൽ ചിക്കനെ കണ്ടുപിടിക്കണം. നല്ല പോർഷനും ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. പ്രോൺസ് എടുക്കണം. നല്ല തിക്ക്, നല്ല ക്രീമിന്റെ ആ ഫീലൊക്കെ കിട്ടുന്നുണ്ട്. ചിക്കൻ നല്ല സോഫ്റ്റ് ആണ്. ഓക്കെ, നമുക്കിപ്പോൾ കുറച്ച് സ്പെഗറ്റിയും ബേക്കണും ഒക്കെ കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ഫ്രൈ ചെയ്ത് നോക്കട്ടെ. ഓക്കെ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ബേക്കണൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സ്പെഗറ്റി നൈസ്. ഓക്കെ, നല്ല ബേഗം നല്ല ക്രിസ്പിനെസ്. ബേഗം മാത്രം കഴിച്ചു. നന്നായിട്ട് ഫീൽ ചെയ്യുന്നു. ഇതാണ് കോഫി മൊഹിറ്റോ. ഇവർ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത. ഇതിനകത്തൊരു കോഫി ഉണ്ട്, അതുപോലെ തന്നെ മൊഹിറ്റോൻ്റെ എന്തോ ഉണ്ട്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. മിക്സ് ചെയ്ത് വേണം കുടിക്കാൻ അവർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ക്യാപ്പച്ചീനോയും ഉണ്ട്. ഓക്കെ, നമ്മുടെ ക്ലാസിക് ആയിട്ടുള്ള ക്യാപ്പച്ചീനോ. നമുക്ക് അതിനെ മൊഹിറ്റോ ട്രൈ ചെയ്ത് നോക്കാം. ഫ്രണ്ടിലേക്ക് പിടിച്ചിട്ട് കലക്കട്ടെ? കലക്കട്ടെ? സൂപ്പറായിട്ട് കലക്കുന്നുണ്ട്. ഓക്കെ, കാണാൻ നല്ല രസമല്ലോ കലക്കും. കുടിച്ചു നോക്കട്ടെ? കുടിച്ചു നോക്കാം. കുടിച്ചിട്ട് ഡിഫറെന്റ് ഫ്ലേവർ കേട്ടോ. നമ്മളിങ്ങനെ കോഫി മൊഹിറ്റോ കുടിച്ചിട്ടുണ്ടായിരിക്കത്തില്ലല്ലോ. കോഫി ഫ്ലേവർ നമ്മൾ മിക്കവാറും ഫ്രൂട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഫ്ലേവേഴ്സ് ഒക്കെ അല്ലേ കുടിക്കുന്നത്. ഒരു ഡിഫറെന്റ്.
മതി മതി. ഇനി ഞാൻ കുടിക്കാം. കൊള്ളാം. ക്യാപ്പച്ചീനോ കൂടെ കുടിക്കാം. ക്യാപ്പച്ചീനോ അല്ലേ? ക്യാപ്പച്ചീനോയ്ക്കകത്ത് നമുക്ക് പഞ്ചസാര ഇടാം. ഇടട്ടെ? രണ്ടെണ്ണേ അവർ തന്നുള്ളൂ. ഞാൻ മധുരത്തിന്റെ ആളാ. മതി, ഞാൻ ഷുഗർ കട്ട. ഓക്കെ, 2 പഞ്ചസാര ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യട്ടെ? ഓ, ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി ഒരു വടി തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇപ്പോഴാണ് കണ്ടത്. അത് വെച്ച് മിക്സ് ചെയ്യാം അല്ലേ? ഇപ്പം മിക്സ് ചെയ്തു. എന്തായാലും മിക്സ് ചെയ്തല്ലോ. നല്ല പതഞ്ഞിരിക്കുകയാണല്ലോ. യെസ്, ക്യാപ്പച്ചീനോ എന്ന് പറയുമ്പോഴേ പതയാണല്ലോ. പതഞ്ഞ കാപ്പി അല്ലേ? ബ്രൂ തന്നെയാണ്. കുടിച്ച ക്യാപ്പച്ചീനോ കുടിച്ചോക്കട്ടെ? വരൂ, എടുക്കുവാണേ. കണ്ടിട്ട് നല്ല രസം ഉണ്ടായിരുന്നു. കുടിച്ചപ്പോ ഒരു സമാധാനം. നല്ല കോഫി കേട്ടോ. വെരി നൈസ്. പാവം പ്രിയ അവർക്ക് കൊടുക്കാതെ ക്യാപ്പച്ചീനോ കുടിക്കുന്നു. പ്രിയ അറിയാവോ ഇവിടെ ഒരു പ്രിയയെ? ഇവിടെ 2 പേരല്ലേ വരാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ടാണ്. പ്രിയ, നിന്നെ ആലോചിച്ചിട്ടാണ് ഞങ്ങളിത് കുടിക്കുന്നത്. നിനക്കിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. നല്ല കോഫി അല്ലേ? സ്ട്രോങ് ഫ്ലേവർ. നിഷാന നേരത്തെ മൊഹിറ്റോ ട്രൈ ചെയ്യുന്ന കണ്ടല്ലോ. കൊള്ളാലോ. അതും കൊള്ളാം അല്ലേ? അതാണ് ക്യാപ്ച്ചിനോ ആണോ കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ക്യാപ്പച്ചീനോ ആണ് ഇഷ്ടപ്പെട്ടത്. പക്ഷെ മൊജിറ്റോ ഒരു വെറൈറ്റി വേണ്ടവർക്ക് നമുക്കിത് ട്രൈ ചെയ്യാം. കൊള്ളാം അല്ലേ? ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ്. നാരങ്ങയുടെയും മിന്റിന്റെ ഫ്ലേവർ പോലെ കട്ടൻ കാപ്പി, പക്ഷെ തണുത്ത അല്ലേ? തണുത്ത കട്ടൻ കാപ്പി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കാർബണൈസ്ഡ് ഡ്രിങ്കിന്റെ ഒരു ഇതുണ്ടല്ലോ, ടേസ്റ്റ് തീർച്ചയായിട്ടും അറിയുന്നുണ്ട്. പിന്നെ മിന്റ്, ലൈം ഉണ്ടല്ലേ? അധോ ലോകത്തേക്ക് സ്വാഗതം. താഴെ ഒരു ഡാർക്ക് തീമും മുകളിലൊരു ലൈറ്റ് തീമുമായിട്ടാണ് വിസിറ്റ് ചെയ്തേക്കുന്നത്. ഗെയിം കളിക്കാൻ അറിഞ്ഞുകൂടെങ്കിലും കളിക്കാൻ ക്ഷേമം നടത്തുന്ന നമുക്ക് ഗെയിം കളിക്കാം ഗൈസ്. സെലക്ട് എ ന്യൂ ഫൈറ്റർ. റീമാച്ച് സ്റ്റാർട്ട് ചെയ്തില്ല. അതെങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യുന്നത്? നമുക്ക് കാണാം. ഇതൊക്കെ കഴിഞ്ഞിട്ട് വരത്തുള്ളൂ. കിട്ടി കിട്ടി കിട്ടി. റോഡിൽ കൂടെ ഓടിക്കേണ്ടതെന്ന് തോന്നുന്നു. ഈ റോഡ് കാണാനില്ല.
ഇതാണ് നമ്മുടെ ഫിഷ് ആൻഡ് ചിപ്സ്. ഓക്കെ, ബാസയാണ് ഫിഷ് യൂസ് ചെയ്തേക്കുന്നത്. അതിൻ്റെ കൂടെ ഫ്രഞ്ച് ഫ്രൈസും വരുന്നുണ്ട്. ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ. ഓക്കെ, നല്ല പോർഷൻ ആണ് ഫിഷ്. യെസ്, ഇത് എടുക്കട്ടെ. ഈ ഒരു പീസ് എടുക്കട്ടെ, ഇവിടെ കുത്തട്ടെ. ഓക്കെ, കഴിക്കാൻ പോവാണേ. നമുക്ക് കട്ട് ചെയ്യാം. നല്ല സോഫ്റ്റ് ആട്ടോ, കണ്ടോ? ഒന്നുകൂടെ വേണമെങ്കിൽ കട്ട് ചെയ്യാം. കണ്ടോ, തൊടുമ്പോൾ തന്നെ ഇതിനെ പൊട്ടി വരിക. പീസ് കണ്ടോ? ഓക്കെ, കഴിച്ചോ പറ്റേ. ഇതെടുക്കുവാണേ. ഫിഷ് എടുത്തു, കഴിക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പീസാന്ന് തോന്നുന്നു. ഓക്കെ, കൊള്ളാം. ചെറിയൊരു സോസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ആണേ, വരുന്നില്ലല്ലോ. ഇതൊന്നും അത്രയും സോഫ്റ്റാ പീസുകൾ. സോഫ്റ്റ് ആണ്. സോസ് ഒക്കെ നല്ല ടേസ്റ്റ്. ഷെസ്വാൻ സോസ് ആണോ? അല്ല, പക്ഷെ മൈൽഡാണ് സാധനം. വലിയ എരിവൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് സോസ് നല്ല ടേസ്റ്റാണ്. ചെറിയ മധുരമൊക്കെ ഉള്ള, ഫുൾ മധുരമല്ല, എരിയാണ്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു സ്വീറ്റ്നെസ് വരുന്ന ആ സോസിൻ്റെ ആണെന്ന് അല്ലേ? ബനാന കാരമൽ ഫ്രാപ്പേ പിടിച്ചു നോക്കട്ടെ. ഇതാണ്. ഓക്കെ, കൊള്ളാം. ബനാന ആയതുകൊണ്ട് ഒരു താല്പര്യക്കുറവുള്ളത് പോലെ തോന്നുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല. അത് വിപ്പിംഗ് ക്രീം അല്ലേ കഴിക്കുന്നേ? സാധനം കുടിച്ചു നോക്ക്. അത് കാരമൽ സോസും വിപ്പിംഗ് ക്രീമും. ഓവർലി സ്വീറ്റ് അല്ല, ഒരു ബാലൻസ്ഡ് ആണ്. ബനാനയുടെ ഫ്ലേവർ ഒക്കെ ഉണ്ട്. ബനാന അരച്ച് ക്രീം ഒക്കെ ചെയ്ത് ഒരു നല്ല രസമാണ്. വെറൈറ്റീസ് ആണ്. ഓക്കെ, ഇത് സൺസെറ്റ് കേട്ടോ. സൺസെറ്റ് എന്നാണ് ഇതിന്റെ പേര്. സൺസെറ്റ് എന്ന പേര് വരാൻ കാരണം ഈ ഗ്രേഡിയേഷൻ കണ്ടോ? ഓറഞ്ച് ആൻഡ് താഴേക്ക് വരുമ്പോൾ ഒരു റെഡിഷ് പിങ്ക് കളർ, മുകളിലേക്ക് ഓറഞ്ച്. സൺസെറ്റിന്റെ ആ കളർ രസമില്ലേ കാണാൻ? നന്നായിട്ട് കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, കുടിച്ചു നോക്കാം. ഓക്കെ, കുടിക്കുന്നേ. അയ്യോ, എന്റെ കുറയാൻ മല്ലിയില മില്ലി. ഓക്കെ, കുടിച്ചു നോക്കുന്ന സീക്കു. കുടിച്ചു നോക്കാം ഗൈസ്. പിന്നെ പോക്കറ്റ് ഇടാം. അമ്മയ്ക്ക് ചമ്മന്തി അരയ്ക്കാൻ കുടിച്ചു നോക്കുന്നേ. കലക്കി കുടിക്കുക, അല്ലെങ്കിൽ അടിയിൽ ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. എന്തിന്റെ ടേസ്റ്റ് ആണ് കറക്റ്റ് ആയിട്ട് പറയട്ടെ? കലക്കി ഫുള്ള് കലക്കിയിട്ട് പറ. എന്തോ ഉറപ്പിക്കാനോ വരുവാന്ന് തോന്നുന്നു. മാംഗോ വെയിറ്റിന്റെ ടോണിക്കിന്റെ എന്തോ ഉള്ള സാധനം പറയാൻ മുഖം കണ്ടാവും മനസ്സിലായില്ലേ? പക്ഷെ രസമുണ്ട്, കാണാൻ നല്ല രസമുണ്ട്. കുടിച്ചിട്ട് ഞാൻ ടേസ്റ്റും ഉണ്ട്. ഇപ്പൊ അതും വേറെ എന്തോ കൂടെ മിക്സ് ആയി. അതിന് ഓറഞ്ച് മാത്രം കുടിച്ചിട്ട് എന്തോന്ന് അറിയട്ടെ?
മിറിന്റയുടെ ഒക്കെ ടേസ്റ്റില്ലേ അങ്ങനത്തെ ഇത്. ഓറഞ്ച്. കൊള്ളാം. ഇപ്പം ഡൈല്യൂട്ട് ആയപ്പോൾ ഫാൻ്റെ ടേസ്റ്റ് അങ്ങനെ തോന്നുന്നില്ല, പക്ഷെ മൈൽഡായിട്ട് ഫ്ലേവറുള്ള ചുമ്മാനുള്ളത് മാത്രമായിരുന്നപ്പോൾ ഫാൻ്റെ ആയിരുന്നു. കുറച്ചും കൂടെ ഫ്ലേവർ അതായിരുന്നു. റീഫ്രഷിങ് ആയിട്ടുള്ള ഒരു ലൈറ്റായിട്ട് മൈൽഡായിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും കഴിയും. മെയിൻ ആ കാണാനുള്ള ഭംഗിയാണ് ഹൈലൈറ്റ്. ടേസ്റ്റ് വലിയ ഇഷ്ടമല്ല, പക്ഷേ ഈ സാധനം കൊള്ളാം. പക്ഷേ ഞാൻ കുടിച്ചോളാം, കുഴപ്പമില്ല. നിനക്കത് ഇഷ്ടപ്പെട്ടില്ലേ? ഫാൻ്റെ അല്ലേ കുടിച്ചോ? രണ്ടും ഇഷ്ടപ്പെട്ടു. രണ്ടും കൊള്ളാം, പക്ഷേ ഇതാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. റെക്കമെൻഡഡ്. താങ്ക് യു. ഓക്കെ, കണ്ടിന്യൂസ് ചെയ്തോട്ടെ. പ്രോഡക്റ്റ് എടുക്കണ്ടേ? കാണാൻ രസമൊക്കെ ഉണ്ട്. ആ, നല്ല ചീസി ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇത് സേവർ സ്ട്രീറ്റ് മീറ്റ് പൈ ആണേ. മീറ്റ് പൈ കൊള്ളാലോ പേര്. മീറ്റ് പൈ മുകളിൽ ഫുൾ ചീസാന്ന് തോന്നുന്നു. ചീസാണ്. ഓക്കെ, എടുക്കട്ടെ? ഇവിടെ കുത്തത്തെ. ഓക്കെ, നോക്ക് ചീസി 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 കിട്ടുന്നുണ്ടോ? ഒക്കെ ചീസ് ഫുള്ള് കണ്ടോ? ചീസ് ഫുള്ള് കണ്ടോ? ചീസ് ഫുള്ള് കണ്ടോ? ചീസ് ഫുള്ള് കണ്ടോ? ഓക്കെ, എടുക്കുവാണേ. അന്യായ ചീസ് ആണല്ലോ. തീരുന്നില്ല, ഇപ്പോഴും കണക്ഷൻ വരുന്നുണ്ട്. മുടിയിലൊക്കെ ആയി കൈ കഴിയുന്നു. ഇപ്പൊ നമ്മൾ ചൂടോടെ എടുക്കുന്നുണ്ട്. അത് സൈഡിൽ നിന്നുള്ള വലിക്കട്ടെ. ആ പ്രോഡക്റ്റ് ഒന്നുകൂടെ എടുക്കുന്നോ അതോ എന്നെയാണോ എടുക്കണ്ടേ? പ്രോഡക്റ്റ് എടുത്തോ? നീ എടുത്തോ? എടുക്കട്ടെ? ഞാൻ എടുത്തോളാം വീഡിയോ. ഓക്കെ, കൊള്ളാൻ തോന്നുന്നു. നല്ല ചിരിയൊക്കെ വരുന്നുണ്ട്, സന്തോഷം വരുന്നുണ്ട് മുഖത്ത്. എനിക്ക് വേണം. അടുത്ത രണ്ടെണ്ണം കൊണ്ടുവരൂ. തീർന്നതേ ഉള്ളൂ. ലാസ്റ്റ് ആയിട്ടാണ്. ലാസ്റ്റ് ആൻഡ് ദ ബെസ്റ്റ്. സേവിങ് ദി ലാസ്റ്റ് ഫോർ ദി ബെസ്റ്റ് ഫോർ ദി ലാസ്റ്റ് എന്നൊക്കെ പറയും. ലാസ്റ്റ് ഫോർ ദ ബെസ്റ്റ് അല്ല, ബെസ്റ്റ് ഫോർ ദ ലാസ്റ്റ് അല്ല, ലാസ്റ്റ് ലാസ്റ്റ് ബെസ്റ്റ് ബെസ്റ്റ് ലാസ്റ്റ്. മതി മതി, ഷൂട്ടൊക്കെ കഴിഞ്ഞു. ബീഫ് കാണിക്കണം. നീ കഴിക്കാൻ വേണ്ടി ഒരു ഇൻട്രോ പറയല്ലേടോ. അതിനകത്തുള്ള ബീഫ് കാണിച്ച്. ഇത് കണ്ടോ? ഓപ്പൺ ചെയ്ത് കാണിച്ചു, ഓപ്പറേഷൻ ചെയ്ത്. ഇതിനകത്ത് കണ്ടോ? സെക്കൻഡ്. ആഹാ, നല്ല ബീഫ് ഉണ്ടല്ലോ. കണ്ടോ? അകത്ത് കണ്ടോ? നല്ല പോർഷൻ ഉണ്ട്. അകത്ത് ചീസിന്റെ അടിയില് സ്കീമ പോലെ അല്ലേ? മുകളിൽ സ്കീമ പോലെ. ലസാനിയുടെ അകത്തുള്ള ഫില്ലിംഗ് ഒക്കെ ഇല്ലേ, അതുപോലെ നൈസ് കേട്ടോ. ഷൂട്ട് കഴിഞ്ഞടോ, കഴിഞ്ഞ 2 മിനിറ്റ് ആയിട്ട് ഞാൻ ഇത് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ ഷൂട്ടൊക്കെ നിർത്ത്, ഞാൻ കഴിച്ചു. ഇങ്ങനെ അല്ലടാ, അത് വേണമെങ്കിൽ ആ ചീസൺ കഴിച്ചോ. എടുത്തോ. സാധനങ്ങൾ അകത്തെ മീറ്റും കൂടെ. ചീസ് നല്ല ടേസ്റ്റ് ഉണ്ട്, മീറ്റിനും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതൊരു കഴിച്ചാൽ ഏറ്റവും നല്ല ഇതാന്ന് തോന്നുന്നല്ലേ. എനിക്ക് മറ്റേ ഇതും ഇഷ്ടപ്പെട്ടു, സ്പഗറ്റി. നല്ല ടേസ്റ്റ് ഉണ്ട്. അതിനകത്തുള്ള ബീഫ് അതിനേക്കാളും ടേസ്റ്റ് ഉണ്ട്. ചീസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യാതെ പോയാൽ നഷ്ടമാണ്. ചീസും ബീഫും. ഈ ലസാനിയൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും. ഒരു ഓവർ സ്പൈസി അല്ല, കറക്റ്റ് സ്പൈസ് ഉണ്ട്. ബീഫ് നല്ല
നല്ല കുക്ക്ഡ് ആണ്, cheese. പ്രോപ്പർലി കുക്ക്ഡ് ആണ്, സോഫ്റ്റ് ആണ്, ഉം. ടേസ്റ്റ് അതുപോലെ ഉണ്ട്. ഉം. ചീസിൻ്റെയും കൂടെ വരുമ്പോൾ കോമ്പിനേഷനാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഹൈലൈറ്റ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 3 ലെയർ ഉണ്ട്. ഏറ്റവും മുകളിലൊരു ചീസ്, അതിൻ്റെ ശേഷം സ്മാഷ്ഡ് പൊട്ടറ്റോ, അതിൻ്റെ അകത്ത് നമ്മുടെ അടിപൊളി ബീഫ്, അങ്ങനത്തെ ഒരു പ്രിപ്പറേഷനാണ് ഇത് ചെയ്തേക്കുന്നത്. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ എന്നാലും ആ ബീഫും സ്മാഷ്ഡ് പൊട്ടറ്റോയും നമ്മുടെ ഈ ചീസൊക്കെ ചേർന്ന് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്. തീർച്ചയായിട്ടും നിങ്ങളോട് ഒന്ന് ട്രൈ ചെയ്യാം. കാർബോഹൈഡ്രേറ്റ്സിന് പൊട്ടറ്റോ ഉണ്ട്, പ്രോട്ടീനായിട്ട് ബീഫ് ഉണ്ട്, ഫാറ്റിന് ചീസും ഉണ്ട്. അങ്ങനെയൊന്നും അല്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും കഴിക്കുമ്പോൾ നല്ല രസമുണ്ട്. ഇതും ഒരു ക്യാപ്ചീനോ കുടിച്ചിരിക്കുമ്പോൾ ഡയറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്, ചാവാനല്ലേ പോണേ എന്തായാലും. ഇവിടെ വന്നിട്ട് എന്തായാലും ട്രൈ ചെയ്യണം അല്ലേ? തീർച്ചയായിട്ടും ഉറപ്പായിട്ടും. ലൊക്കേഷൻ എവിടെയാ? നമ്മുടെ കുമാരപുരം ജംഗ്ഷനിൽ നിന്ന് മെഡിക്കൽ കോളേജ് പോകുമ്പോൾ ഇടത് സൈഡാണ്. തീർച്ചയായും ട്രൈ ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഇത് മാത്രമെങ്കിലും, ഇത് ചെയ്തില്ലെങ്കിലും വലിയ നഷ്ടമാണ്. ഇത് മാത്രവും ഒരു ക്യാപ്പച്ചീനോ കുടിച്ച് ഇങ്ങനെ വൈബ് അടിച്ചിരിക്കുക. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ ചുറോസ്. സിനമൻ ഷുഗർ വെച്ചാന്ന് തോന്നുന്നു കോട്ട് ചെയ്തേക്കുന്നത്. അതിൻ്റെ കൂടെ ചോക്ലേറ്റ് സോസും ഉണ്ട്. ട്രൈ ചെയ്ത് നോക്കാം. എന്നാലും സാധനം നന്നായിട്ടൊന്ന് കാണിക്കട്ടെ. ഓക്കെ, ചുറോസ് ആണേ. ചുറോസ് ഒരു ഫ്രൈഡ് ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. ഇത് എവിടെയാന്ന് ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അത് കാരണം അഞ്ജനയുടെ ബ്ലോഗ് പോയി കാണുക. അഞ്ജന ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഇത് സിനമൻ ഷുഗർ വെച്ചിട്ടാന്ന് തോന്നുന്നു കൂട്ടി ചെയ്തേക്കുന്നത്. ഇത് ഫ്രൈഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ചെറിയ ചൂടൊക്കെ ഉണ്ട്. ഓക്കെ, എടുക്കുന്നൊന്നുകൂടെ വേണം. എടുക്കുന്നേ നമ്മൾ എടുത്തു. ഇനി നമുക്ക് ചോക്ലേറ്റ് സോസിലാണ് നമ്മൾ ഡിപ്പ് ചെയ്യുന്നത്. ചോക്ലേറ്റ് സോസ് വേണ്ടോ നോക്കട്ടെ? ക്ലോസ് അപ്പിലെടുത്ത നല്ല ഓക്കെ. ഹൈ കഴിച്ചു നോക്കട്ടെ. സൂപ്പറാണെന്ന് തോന്നുന്നു. നല്ല ശരിയുണ്ടല്ലോ. ഈ വീഡിയോ എത്ര നേരം എടുത്താലും തീരുവില്ല. പിന്നെ പിന്നെ അഭിനയിച്ചുകൊണ്ടിരിക്കും ആ പ്ലേറ്റ് കാര്യമാകുന്നവരെ. ഓക്കെ, അങ്ങനെ കോട്ട് ചെയ്ത് വരുന്നത് കാണാൻ നല്ല രസമുണ്ട്. എടുത്തോ. ഒരു മിനിറ്റ് ഒന്നുകൂടെ കണ്ട, ഇന്ന് ചോക്ലേറ്റ് സോസ് ഒക്കെ ഇങ്ങനെ നോക്കിയാൽ മതി. പുറം നല്ല ക്രിസ്പിയും അകത്ത് കുറച്ച് സോഫ്റ്റുമാണ്. അല്ലേ? താങ്ക് യു. കൊള്ളാമല്ലോ. ഐസ്ക്രീം ഇട്ടിട്ട് മുകളിൽ ലൈൻസ്. ഇതെടുത്തോ. ഇങ്ങനെ ഗുളുഗുളു കസ്റ്റേർഡ് ആയതുകൊണ്ട് ഇത് ഫ്രൂട്ട് സാലഡ് വിത്ത് കസ്റ്റേർഡ് വിത്ത് ഐസ്ക്രീമോ എന്തോ ആണ് പേര്. ഞാൻ പിന്നെ പറഞ്ഞുതരാം. എല്ലാം ഉണ്ടല്ലോ പേരിൽ. അതെ, ഓക്കെ. ഫ്രൂട്ട്സ് ഉണ്ട്, കസ്റ്റേർഡ് ഉണ്ട്, ഐസ്ക്രീം ഉണ്ട്. അത് കൊള്ളാം കേട്ടോ. കസ്റ്റേർഡും ഫ്രൂട്ട് സാലഡും ഐസ്ക്രീമും, ഐസ്ക്രീമിൻ്റെ മുകളിൽ സ്ട്രോബെറി സോസ്. ഇവനെന്തായാലും ഇഷ്ടപ്പെടും. ചെറിയ ചെറിയ ആപ്പിളിൻ്റെ പീസും പോമഗ്രനൈറ്റും ഒക്കെ ഉണ്ട് കേട്ടോ. നോക്കട്ടെ. ഐസ്ക്രീമും കസ്റ്റേർഡും എല്ലാം കൊള്ളാം. ഓവർ സ്വീറ്റഡും അല്ല, പക്ഷെ നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള നല്ല പ്രസൻറ്റേഷനും കൊള്ളാം. കണ്ടാൽ കഴിക്കാൻ തോന്നും. സത്യം പറഞ്ഞാൽ എൻ്റെ വയറ് നിറഞ്ഞിരിക്കുക.
ഞാനത് ഷുഗർ കട്ടായതുകൊണ്ട് കുറയ്ക്കാന്ന് വിചാരിച്ചത്, പക്ഷെ കണ്ടിട്ട് കഴിക്കാതെ ഇവിടെ നിൽക്കത്തില്ലല്ലോ. എന്നെ വന്ന് കഴിക്കൂ മാടി. അറിഞ്ഞോണ്ടിരിക്കും. വിചാരിക്കുന്ന പോലെ അതല്ലേ. അതിന്റെ ചൂട് പോയോ അതോ ചൂടുണ്ടോ? ചെറിയ ചൂട്. ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതാ. എന്നിട്ട് ചെറിയ ഷുഗറിൽ കോട്ട് ചെയ്തിട്ടുണ്ട്, സ്പ്രിങ്കിൾ പോലെ ചെയ്തിട്ടുണ്ട് വെള്ളം. അതിൻ്റെ ഒരു സ്വീറ്റ്നെസ്സും ചോക്ലേറ്റിൻ്റെ സ്വീറ്റ്നെസ്സും പിന്നെ അതിന് തന്നെ ഒരു നാച്ചുറൽ സ്വീറ്റ്നെസ്സും ഉണ്ട്, എല്ലാം കൂടെ ഇട്ട്. ഭംഗി. അവിടെ പോയി ചേട്ടാ കാപ്പി സീത ഇവിടെ പെണ്ണ് കാണൽ, ഇവിടെ കഴിയുകയാണ്. സീത ഇവിടെ പെണ്ണ് കാണൽ. അവിടെ പോയിരുന്നു വായിച്ചോ, പടമൊന്നും ഇല്ലല്ലേ ഇതിലൊന്നും.